സൂര്യയുടെ സിനിമ കറുപ്പ് ഒരു പക്കാ മാസ് ഫെസ്റ്റിവൽ സിനിമയാകും എന്ന സൂചനയാണ് ടീസർ നൽകുന്നത്. ഏറെ ആവേശത്തോടെയാണ് സൂര്യയുടെ ആരാധകർ സിനിമയ്ക്കായി കാത്തിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ സിനിമയുടെ റിലീസ് ഡേറ്റിനെ കുറിച്ച് അപ്ഡേറ്റ് ഒന്നും പുറത്തു വരാത്തത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ്. സൂര്യയുടെ സിനിമയ്ക്ക് എന്താണ് സംഭവിക്കുന്നത്? നടന ഇപ്പോൾ കഷ്ടകാലം തന്നെയാണോ? തുടരുന്ന പരാജയങ്ങളും സിനിമയുടെ ചർച്ചകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തകൃതിയായി നടക്കുകയാണ്. RJ ബാലാജിയുടെ സംവിധാനത്തിലുള്ള സൂര്യയുടെ കറുപ്പ് എന്ന ചിത്രം തന്നെയാണ് കുറച്ചു നാളുകളായി പ്രേക്ഷകരുടെ ചർച്ചാ വിഷയം. തുടക്കത്തിൽ സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കുമ്പോൾ അതിന്റെ പേര് പുറത്തുവിടുന്നില്ല എന്നായിരുന്നു ചർച്ച. പിന്നീടാണ് കറുപ്പ് എന്ന ടൈറ്റിൽ ചിത്രത്തിന് നൽകിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. കറുപ്പിന്റെ ടൈറ്റിൽ പോസ്റ്റർ RJ ബാലാജിയുടെ പിറന്നാൾ ദിനത്തിലാണ് റിലീസ് ചെയ്തത്. ഡ്രീം വാരിയർ പിക്ചേഴ്സ് വമ്പൻ ബജറ്റിൽ ഒരുക്കുന്ന ചിത്രം കൂടിയാണ് കറുപ്പ്. 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്ന ചിത്രമെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. സൂര്യയും തൃഷയും വ്യത്യസ്തമായ മേക്ക് ഓവറിലാണ് ചിത്രത്തിൽ എത്തുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ദ്രൻസ, നാട്ടി, സ്വാസിക, അനഘ, മായാരവി, ശിവദ, സുപ്രീത് റെഡ്ഡി തുടങ്ങിയവരാണ് ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. നിരവധി ഹിറ്റ് ഗാനങ്ങൾ സമ്മാനിച്ച സായി ആഭ്യങ്കറാണ് കറുപ്പിനായി സംഗീതം ഒരുക്കുന്നത്. GK വിഷ്ണുവാണ് സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. നിലവിൽ സിനിമയുടെ അവസാനഘട്ട തിരക്കുകളിലാണ് അണിയർ പ്രവർത്തകർ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ ഡ്രീം വാരിയർ പിക്ചേഴ്സിൽ നിന്നുള്ള റിലീസ് തീയതിയും മറ്റ് അപ്രതീക്ഷിത പ്രഖ്യാപനങ്ങളും വരും നാളുകളിൽ ഉണ്ടാകുമെന്ന് അണിയറ പ്രവർത്തകർ പറയുന്നുണ്ടെങ്കിലും ആരാധകർ ഇപ്പോൾ നിരാശരാണ്. കാരണം സൂര്യയുടെ സിനിമയുടെ റിലീസ് ഡേറ്റിനെ കുറിച്ച് അപ്ഡേറ്റ് ഒന്നും പുറത്തു വരാത്തതാണ് സൂര്യ ആരാധകരെ ചൊടിപ്പിക്കുന്നത്. ചിത്രം ആദ്യ പൊങ്കൽ റിലീസായി തിയേറ്ററിൽ എത്തുമെന്ന് റിപ്പോർട്ടുകൾ വന്നെങ്കിലും പിന്നീട് നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നും അറിയിപ്പൊന്നും വന്നില്ല. ഇപ്പോഴത്തെ സിനിമയുടെ റിലീസ് വൈകാൻ കാരണം OTT റൈറ്റ്സ് വിറ്റുപോകാത്തതുകൊണ്ടാണെന്നും സോഷ്യൽ മീഡിയയിൽ സംസാരമുണ്ട്. ചിത്രത്തിന്റെ സ്ട്രീമിംഗ് റൈറ്റ്സ് ഇതുവരെ ഒരു OTT പ്ലാറ്റ്ഫോമുകളും സ്വന്തമാക്കിയില്ലെന്നും അത് കഴിഞ്ഞാൽ മാത്രമാണ് റിലീസ് ഉറപ്പിക്കാൻ സാധ്യമാകൂ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതേസമയം കറുപ്പിന് ശേഷമുള്ള സൂര്യ ചിത്രമായ സൂര്യ 46ന്റെ സ്ട്രീമിംഗ് റൈറ്റ്സ് റെക്കോർഡ് തുകയ്ക്കാണ് നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയത്. കറുപ്പിനു മുമ്പ് വെങ്കി അറ്റ്ലൂരി ഒരുക്കുന്ന സൂര്യ 46 തിയേറ്ററിൽ എത്തുമോ എന്നാണ് ഇപ്പോൾ ആരാധകരുടെ ചോദ്യം. എന്തായാലും കാത്തിരിക്കാം ചിത്രത്തിനായി. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.